വയനാട് ഉരുൾപൊട്ടലിൽ അകപ്പെട്ട 4 പേരുടെ മൃതദേഹം കൂടി കണ്ടെത്തി. ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും കഴിയുന്നവരെ കൂടി ഉൾപ്പെടുത്തി 6 മേഖലകളായി നടത്തിയ ജനകീയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ദുരന്തബാധിത മേഖലകളിലെ ഇന്നത്തെ തെരച്ചിൽ 12 മണിയോടെ പൂർത്തിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം കണക്കിലെടുത്ത് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായാണ് തെരച്ചിൽ നേരത്തെ അവസാനിപ്പിച്ചത്. കേന്ദ്ര ആഭ്യന്തര ജോയിന്റ് സെക്രട്ടറി രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം തുടരുകയാണ്. ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായ 131 പേർക്ക് വേണ്ടിയുള്ള ജനകീയ തെരച്ചിലാണ് ഇന്ന് രാവിലെ 6 മണി മുതൽ പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമല തുടങ്ങിയ പ്രദേശങ്ങളിൽ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്നത്. NDRF-നും അതോടൊപ്പം അഗ്നിശമന സേനയ്ക്കും അതോടൊപ്പം പോലീസിനും ഒപ്പം ചേർന്നാണ് നാട്ടുകാരും, അതായത് ഈ ദുരന്തം നേരിട്ട് സകലതും തകർത്തെറിഞ്ഞ പ്രദേശവാസികളായ ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ മേഖലകളിൽ തെരച്ചിൽ വ്യാപകമായി തന്നെ നടത്തിയത്. അതായത് ഈ പ്രദേശത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളവർ തെരച്ചിലിൽ പങ്കെടുത്താൽ അത് ഉദ്യോഗസ്ഥർക്ക് ഈ സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നതിന് ഏറെ സഹായകരമാകും എന്ന ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ ഈ രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി പൊതുജനങ്ങളെ കൂടി പ്രദേശവാസികളെ കൂടി ഉൾപ്പെടുത്തുക എന്നൊരു നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നതും സ്വാഭാവികമായി 8 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിൽ മുഴുവൻ ചെറിയ സംഘങ്ങളായി തിരിഞ്ഞ് NDRF ഉദ്യോഗസ്ഥരുടെയും അഗ്നിശമന സേന ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും ഒപ്പം സഹായികളായി, അല്ലെങ്കിൽ അവർക്ക് അതിനുവേണ്ട സഹായങ്ങൾ ചെയ്തു നൽകുന്ന തരത്തിലാണ് സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകരും പ്രദേശവാസികളും ഈ തെരച്ചിലിന്റെ ഭാഗമായിട്ടുള്ളത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം അടുത്ത ദിവസം നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ 5 മണിക്കൂർ മാത്രമായിരുന്നു ഇന്നത്തെ തെരച്ചിൽ. ഈ തെരച്ചിൽ, അതായത് ഇത്തരത്തിലൊരു തെരച്ചിൽ നടത്തിയാൽ അത് കൂടുതൽ സ്ഥലങ്ങളെക്കുറിച്ചും വീടുകളുണ്ടായിരുന്ന പ്രദേശങ്ങളെക്കുറിച്ചും വ്യക്തമായ ഒരു ബോധ്യം വരുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഞായറാഴ്ച രാവിലെ മുതൽ സമാനമായ തരത്തിൽ വ്യാപകമായ തെരച്ചിൽ ദുരന്തബാധിത മേഖലകളിൽ മുഴുവൻ നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ മന്ത്രിസഭാ ഉപസമിതിയും എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലുണ്ടായിരിക്കുന്ന ഈ ദുരന്തത്തിന്റെ വ്യാപ്തി സംബന്ധിച്ച കണക്കെടുപ്പും റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പ്രദേശവാസികളെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ തിരച്ചിൽ നടത്തുന്നതിലൂടെ കാണാതായിരിക്കുന്ന ആളുകളുടെ എണ്ണം സംബന്ധിച്ചടക്കം വ്യക്തമായ സൂചനകൾ ലഭിക്കുമെന്ന് തന്നെയാണ് സർക്കാരിന്റെയും പ്രതീക്ഷ. ദുരന്തമുണ്ടായി 11 ദിവസം പിന്നിടുമ്പോഴും ഇപ്പോഴും 131 പേർ എവിടെയാണ് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. പുഞ്ചിരിമട്ടം അതോടൊപ്പം തന്നെ മുണ്ടക്കൈ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് കാണാതായവരിൽ ഏറെയും എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശവാസികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വ്യാപകമായ തെരച്ചിൽ പുരോഗമിക്കുന്നതും. ക്യാമറമാൻ പ്രജിത് കാങ്ങോടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.